എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അന്ന മേരി റോബർട്ട്സൺ മോസസ് ലോക പ്രസിദ്ധയായ ഒരു പെയിൻ്ററാണ്. വളരെ നീണ്ട പേരാണ്. അതുകൊണ്ട് അവരെ ലോകം വിളിക്കുന്നത് ഒരു ഓമന പേരിലാണ്. ഗ്രാൻഡ്മ മോസസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഗ്രാൻഡ്മ എന്ന് വിളിക്കുവാനൊരു കാരണമുണ്ട്. അവര് മരിച്ചത് 101 വയസ്സിലാണ്. 1961 വർഷത്തിൽ അവർ മരിക്കുമ്പോൾ അവര് ലോകമെമ്പാടും പ്രസിദ്ധയായ ഒരു പെയിൻ്ററായി മാറിയിരുന്നു. 1953 ടൈം മാസിക, ആ മാസികയുടെ കവർ ചിത്രമായി ഗ്രാൻഡ്മ മോസസിൻ്റെ ഫോട്ടോയാണ് കൊടുത്തത്. ടൈം മാസിക ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഇംഗ്ലീഷ് വീക്കിലിയാണ്. ആ വർഷം ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച, ഏറ്റവും അധികം പ്രസിദ്ധരായ വ്യക്തികളെയാണ് ടൈം മാസിക കവർ ചിത്രമായിട്ട് ഓരോ വർഷവും കൊടുക്കുന്നത്. 1953 ഗ്രാൻഡ്മ മോസസിൻ്റെ ഫോട്ടോ കവർ ചിത്രമായി കൊടുത്തു എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവര് അത്രമാത്രം ലോകപ്രസിദ്ധയായി കഴിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലതരം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇത്രയും പ്രസിദ്ധയാകുവാനുള്ള ഒരു ജീവിത സാഹചര്യമായിരുന്നില്ല അവരുടേത്, അന്നയുടേത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അന്ന ജനിച്ചത്. അവരുടെ മാതാപിതാക്കള് വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയിരുന്നത്. അതുകൊണ്ട് 12 വയസ്സുള്ളപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം. മക്കളെ പഠിപ്പിക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിൽ അത്രമാത്രം കഷ്ടപ്പാട് ഉള്ള ഒരു കുടുംബത്തിലാണ് അന്ന ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മാതാപിതാക്കളെ സഹായിക്കുവാനായിട്ട് അവള് അടുത്തുള്ള ധനികരായ വ്യക്തികളുടെ വീടുകളില് വീട്ടുജോലി ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് വിവാഹ സമയം എത്തിയപ്പോൾ അവളുടെ മാതാപിതാക്കള് നല്ല ഒരു യുവാവിനെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ പേര് തോമസ് മോസസ് എന്നാണ്. ആ ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം നടത്തിക്കൊടുത്തു. വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും. ഈ തോമസ് മോസസും ഒരു വീട്ടുവേലക്കാരനായിട്ട് സാധാരണ ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ രണ്ടുപേരും കഠിനാധ്വാനികളായിരുന്നു. അവർക്ക് ലഭിച്ചിരുന്ന ചുരുങ്ങിയ വരുമാനം കൊണ്ട് സന്തോഷമായി ജീവിക്കുവാനായിട്ട് അവർ പഠിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കിട്ടിയ വരുമാനത്തിന്റെ ഒരു ഭാഗം അവര് സേവ് ചെയ്തിരുന്നു, മിച്ചം വെച്ചിരുന്നു. അങ്ങനെ മിച്ചം വെച്ചിരുന്ന പണം ഒരുമിച്ച് കൂട്ടി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവര് സ്വന്തമായ ഒരു കൃഷിയിടം വാങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണ് ജീവിതത്തില് അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഉള്ള വരുമാനം കൊണ്ട് തൃപ്തിപ്പെടുക, ആ വരുമാനത്തിൽ ഒരംശം മാറ്റിവെച്ച് ഭാവിക്കായിട്ട് ഉപയോഗിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് വീണ്ടും ഈ കൃഷിയിടത്തിൽ അധ്വാനിച്ചു. കൂടുതൽ വിശാലമായ ഒരു കൃഷിയിടം സ്വന്തമാക്കി. അങ്ങനെ അവര് ജീവിക്കുമ്പോഴാണ് അവരുടെ കുടുംബത്തില് ദുരന്തങ്ങൾ കടന്നു വരുന്നത്. 10 മക്കള് ഉണ്ടായി. പക്ഷെ ഈ 10 മക്കളില് 5 കുഞ്ഞുങ്ങളും ശൈശവത്തിൽ തന്നെ മരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും എന്തുമാത്രം വേദനയുണ്ടാകും. 5 കുഞ്ഞുങ്ങള് തുടരെ മരിക്കുമ്പോൾ അവർക്കുണ്ടായ കഠിനമായ മനോവേദന നിങ്ങൾക്ക് ഊഹിക്കുവാൻ സാധിക്കും. പക്ഷേ അവര് തകർന്നു പോയില്ല, അവര് തളർന്നു പോയില്ല. അവര് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതം തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1927 ഈ ഭർത്താവ് തോമസ് മോസസ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ഒരു ദിവസം മരിക്കുകയാണ്. അതും നിങ്ങൾക്കറിയാം, ജീവിത പങ്കാളിക്ക് വലിയൊരു ഷോക്കാണ്.
ഞാൻ ഒറ്റയ്ക്കായി, ഇനി എൻ്റെ കാര്യം ആര് നോക്കും എന്ന് സാധാരണഗതിയിൽ ഭാര്യ ചിന്തിക്കുന്ന, വളരെയധികം ഏകാന്തത അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഭർത്താവിൻ്റെ അപ്രതീക്ഷിതമായ പെട്ടെന്നുള്ള ഈ മരണം. പക്ഷെ ഇതിനെയും അന്ന വളരെ കരുത്തോടെ നേരിട്ടു. പ്രൈസ് ദി ലോർഡ്. മക്കളെയെല്ലാം വളരെ നന്നായിട്ട് വിവാഹം കഴിച്ച് അയച്ചു. അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നിട്ടും വീണ്ടും പല ജോലികളും കൃഷിപ്പണികളും ഒക്കെ ചെയ്ത് സന്തോഷപൂർവ്വം ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഒരു മകൾക്ക്, ആ മകളുടെ പേരും അന്ന എന്നാണ്, ഈ മകൾക്ക് ക്ഷയരോഗം പിടിക്കുകയാണ്. അപ്പൊ ഈ മകളെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ മകളുടെ വീട്ടിലേക്ക് ഈ അമ്മ പോവുകയാണ്. അപ്പൊ ഈ മകളെ ഇങ്ങനെ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മകളിങ്ങനെ പകുതി തമാശായിട്ടും പകുതി കാര്യമായിട്ടും ഒരു കാര്യം പറഞ്ഞു. ചിത്രപ്പണിയുള്ള ഒരു തുണി, മനോഹരമായിട്ടുള്ള ഒരു തുണി, എംബ്രോയിഡറി, നിങ്ങൾക്ക് അറിയാം, അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തുകൊണ്ട് ഇതുപോലെ തുണിയില് ചിത്രം വരച്ചുകൂടാ? ഇത് നല്ലൊരു കാര്യമല്ലേ? അമ്മയ്ക്ക് ഇനി വീട്ടില് ഞങ്ങളാരുമില്ല, അമ്മയ്ക്കാണെങ്കിൽ വീട്ടില് ഡാരിയില്ല, സ്വന്തമായിട്ട് സമയം കളയുവാനായിട്ട് ഈ എംബ്രോയിഡറി വർക്ക് നല്ലൊരു കാര്യമാണല്ലോ, ഇത് അമ്മയ്ക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവർക്ക് കൃഷിപ്പണി ചെയ്യുവാനുള്ള ആരോഗ്യമൊക്കെ കുറഞ്ഞിരുന്നു. അപ്പോൾ അന്ന വിചാരിച്ചത് നല്ലൊരു കാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവര് തുണി വാങ്ങി മനോഹരമായിട്ട് ചിത്ര പണികള് ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. മനോഹരമായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനോഹരമായിട്ട് ഈ ജോലി തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ദുരന്തം അവർക്കുണ്ടാകുന്നത്. അവരുടെ ശരീരം സന്ധിവാതം കൊണ്ട് ഈ ശരീരം അതിൻ്റെ പ്രവർത്തന ശേഷി കുറയുകയാണ്. ഈ നീഡിൽ വർക്ക്, ചിത്രപ്പണി ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, സന്ധിവാതം വന്നാൽ. അപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധിയാണ്, ജീവിതത്തിലൊരു പ്രതിസന്ധിയാണ്. ആ സഹോദരി അവിടെ രക്ഷയ്ക്ക് വരികയാണ്. സഹോദരി അന്നയോട് ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് പെയിന്റിങ് ചെയ്തുകൂടാ? അപ്പൊ ഇവർക്ക് എത്ര വയസ്സായെന്നറിയാമോ? 78 വയസ്സായി. എന്ന് പറഞ്ഞാ നമ്മളൊക്കെ അങ്ങേ ലോകത്തേക്ക് പോകുവാൻ സമയമായി, ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങളൊക്കെ തീർന്നു എന്ന് ചിന്തിക്കുന്ന സമയമാണ്. അപ്പൊ സഹോദരി ഈ കാര്യം പറഞ്ഞപ്പോ അന്ന വിചാരിച്ചു, ഇനിയും എനിക്ക് സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 78-ാം വയസ്സില് അന്ന പെയിന്റിങ് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് നിങ്ങൾക്കറിയാം, വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ച വ്യക്തിയാണ്. ഇവരുടെ പെയിന്റിങ്ങിന്റെ വിഷയം റസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ സൗന്ദര്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചിത്രങ്ങൾ പെട്ടെന്ന് ജനശ്രദ്ധ ആകർഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 101-ാം വയസ്സിൽ 1963 അവർ മരിക്കുമ്പോൾ 1500-ലധികം പെയിന്റിങ്ങുകൾ അവർ ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ മരണശേഷം ഈ 2006 ദ ഷുഗറിംഗ് ഓഫ് ഒരു പെയിന്റിങ്ങിന്റെ തലക്കെട്ടാണിത്. അത് വിറ്റുപോയത് 12 ലക്ഷം അമേരിക്കൻ ഡോളറിനാണ്. പ്രൈസ് ദി ലോർഡ്. 12 ലക്ഷം അമേരിക്കൻ ഡോളർ. അത്രമാത്രം ലോകത്തില് ജനങ്ങൾ ഇന്നും ഇഷ്ടപ്പെടുന്ന പെയിന്റിംഗ് ആണ് ഗ്രാൻഡ്മ മോസസിന്റെ പെയിന്റിങ്ങുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഗ്രാൻഡ്മ മോസസിന്റെ ജീവിതം നമുക്ക് വിലയേറിയ 3 സന്ദേശങ്ങളെങ്കിലും നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ജീവിതത്തില് സഹനങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. സഹനങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ സഹനങ്ങളില്ല എങ്കിൽ ജീവിതം സന്തോഷകരമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ ഗ്രാൻഡ്മ മോസസിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ സഹനങ്ങൾ വളരെ അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ
ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ, ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ നമുക്ക് സഹനങ്ങൾ അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികൾ ദൈവം അനുവദിക്കുന്നത് ഈ പ്രതിസന്ധികൾക്ക് നമ്മൾ കീഴ്പ്പെടുവാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് ആ പ്രതിസന്ധികളോട് നമ്മൾ ഏറ്റുമുട്ടുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തില് ഒരു വേദന, ഒരു സഹനം അനുവദിക്കുമ്പോൾ അത് നേരിടുവാനുള്ള, ഏറ്റുമുട്ടുവാനുള്ള കരുത്തും ദൈവം നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ സഹനവും മനുഷ്യന്റെ സ്വന്തം ശക്തി കൊണ്ട് നേരിടുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ ബലഹീനനാണ്. അതുകൊണ്ട് നമ്മുടെ നിസ്സാരത തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തില് വേദനകള്, പ്രതിസന്ധികള് അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ കുരിശ് ദൈവം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്നെ തന്നെ പരിത്യജിക്കുവാൻ വേണ്ടിയിട്ടാണ്, എന്റെ നിസ്സാരത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ ഇല്ലായ്മ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയം ഞാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ദൈവം പ്രതിസന്ധികള് അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം അത്ഭുതകരമായ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കും. ഈ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള ദൈവിക ശക്തിയാൽ നമ്മെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. യെശയ്യ 40:31 ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വളരെ പരിചിതമായ ഒരു തിരുവചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവരുടെ ശക്തി ക്ഷയിച്ചു പോയാലും, അവരെ ഇല്ലാതായി തീർന്നുവെന്ന് ലോകം പറഞ്ഞാലും, അവരുടെ ജീവിതം തകർന്നു പോയി എന്ന് ലോകം വിലയിരുത്തിയാലും, ആ വ്യക്തി ദൈവത്തിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി, എന്റെ ദൈവമേ എന്നെ സഹായിക്കണമേ, ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ്, എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ദൈവത്തെ നോക്കിക്കൊണ്ട് നിലവിളിക്കുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, ശക്തിയായിട്ട് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഉപമിക്കുന്നത് കഴുകനോടാണ്. എന്താ കഴുകന്റെ പ്രത്യേകത? വളരെ ഉയരത്തില് പറക്കുവാൻ കഴിവുള്ള, കെൽപ്പുള്ള ഒരു പക്ഷിയാണ് കഴുകൻ. പക്ഷെ നിങ്ങൾ ഓർക്കണം, നമ്മളൊക്കെ ഈ കഴുകന്റെ ഉയർന്ന പറക്കൽ കാണുമ്പോൾ അസൂയപ്പെടുന്നവരാണ്. അതിന്റെ പിന്നിൽ വേദനാജനകമായ ഒരു പരിശീലനമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഈ കുഞ്ഞു കഴുകൻ പറക്കുവാൻ പഠിക്കുന്നത് തള്ളക്കഴുകന്റെ വളരെ വേദനാപൂർണമായിട്ടുള്ള പരിശീലനത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ പരിശീലനം നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഉയർന്നു പറക്കുവാൻ, പ്രതിസന്ധികളുടെ മുകളിലൂടെ നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും പ്രതിസന്ധികളും ഒന്നും നമ്മെ തകർക്കുവാൻ വേണ്ടിയിട്ടല്ല. ഈ പ്രതിസന്ധികളുടെ മുകളിൽ ദൈവത്തിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട്, ചാടിക്കടന്നുകൊണ്ട്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വലിയ സമ്മാനം സ്വന്തമാക്കുവാനുള്ള കരുത്ത് നൽകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അനുവദിക്കുന്നത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്ക് ഈ രാത്രിയിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതാണ് നമ്മൾ പാടിയത്. മരുഭൂമിയിലും നമ്മൾ എന്ത് ചെയ്യും? തളരുകയില്ല. കാരണം എന്താണ്? നമ്മുടെ മനസ്സിൽ പ്രത്യാശയുണ്ട്.
പ്രത്യാശ നൽകുന്നവനായ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നടക്കുന്നത് മരുഭൂമിയിലാണെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയാണ്. ദൈവത്തിന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. അത് നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് കണ്ടുപിടിച്ച് അത് നിറവേറ്റി അത് സാക്ഷാത്കരിച്ച് ഞാൻ മരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രീതികരമാകുന്നത്. എന്റെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒരുപക്ഷേ ഈ ഗ്രാൻഡ് മാ മോസസിന് ചിന്തിക്കാമായിരുന്നു, എന്റെ ജീവിതം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ജീവിതമാണ്, എനിക്ക് ഇത്രയൊക്കെ ദൈവം വിധിച്ചിട്ടുള്ളൂ. ഒരു ജോലിക്കാരിയായി അവരുടെ ജീവിതം വേണമെങ്കിൽ അവർക്ക് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അവര് മനസ്സിലാക്കി, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇതല്ല. ഒരു വീട്ടുജോലിക്കാരിയായി എന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുക എന്നതല്ല ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്ന് അവര് തിരിച്ചറിഞ്ഞു. അത് കണ്ടെത്തിക്കൊണ്ട് അത് നിറവേറ്റുവാനായി അവര് കഠിനമായി അധ്വാനിച്ചത് കൊണ്ടാണ് അവര് മരണശേഷവും ഇന്ന് ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് അവരുടെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ ആത്മകഥയുടെ തലക്കെട്ട് മൈ ലൈഫ്സ് സ്റ്റോറി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് തലക്കെട്ട്? മൈ ലൈഫ് സ്റ്റോറി, എന്റെ ജീവിതത്തിന്റെ കഥ. അതിൽ അവരൊരു സെന്റൻസ് പറയുന്നുണ്ട്, ഐ ലുക്ക് ബാക്ക് ഓൺ മൈ ലൈഫ് ആസ് എ ഡേയ്സ് ഗുഡ് വർക്ക്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മനോഹരമായി ചെലവഴിക്കപ്പെട്ട ഒരു ദിവസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് വാസ് ഡൺ. ദൈവം എനിക്ക് നൽകിയ കഴിവുകള് പൂർണ്ണമായിട്ട് ഞാൻ ഉപയോഗിച്ചു. ആൻഡ് ഐ ഫീൽ സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് പൂർണ്ണമായും സംതൃപ്തിയാണ്. വീണ്ടും അവർ പറയുന്നു, ലൈഫ് ഈസ് വാട്ട് വി മേക്ക് ഓഫ് ഇറ്റ്. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതം സന്തോഷകരമാകണമോ ദുഃഖപൂർണമാകണമോ എന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഗ്രാൻഡ് മാ മോസ് ചിന്തിച്ചു, എന്റെ ജീവിതം അർത്ഥപൂർണമാകണം, എന്റെ ജീവിതം ദൈവത്തിന് പ്രീതികരമാകണം, എന്റെ ജീവിതം അനേകർക്ക് പ്രചോദനം നൽകുന്നതായി തീരണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് ദൈവത്തിന് വേണ്ടി മനോഹരമായ കാര്യം ചെയ്യണമെന്ന് അവർ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 മൂന്നാമത്തെ കാര്യം, 78-ാം വയസ്സിലാണ് അവര് പെയിന്റിംഗ് ആരംഭിച്ചത്, ലോകപ്രസിദ്ധിയായി തീർന്നത്. ഇന്ന് നമ്മളിൽ അനേകര് വാർദ്ധക്യത്തെ ഭയപ്പെടുന്നവരാണ്. പ്രായമായാൽ ഇനിയത്തെ കാലത്ത് എന്ത് ചെയ്യും? മക്കളൊക്കെ അവരുടേതായ ലോകത്തിലാണ്, മിക്കവർക്കും ജോലിയാണ്, എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യുവാനില്ല എന്ന ഒരു ഏകാന്തത പ്രായമായ ആളുകൾക്കുണ്ട്. അത് ദൈവികമായൊരു ചിന്തയല്ല എന്ന് ഈ ഗ്രാൻഡ് മാ മോസസിന്റെ ജീവിതത്തിലൂടെ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ മക്കൾക്കൊരു ഭാരമാണ്, ഞാൻ എൻ്റെ കുടുംബത്തിനൊരു ഭാരമാണ്, ഞാൻ സമൂഹത്തിന് ഭാരമാണ് എന്നൊരു ചിന്ത ഒരു പ്രായമായ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസിന്റെ അവസാന നിമിഷം വരെയും ദൈവത്തിന് വേണ്ടി മനോഹരമായ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഗ്രാൻഡ് മാ മോസസ് അത്
പെയിന്റിംഗ് ആണെന്ന് കണ്ടെത്തി. അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം, അനേകർക്ക് സന്തോഷം നൽകാമെന്ന് കണ്ടെത്തി. നിങ്ങൾക്ക് ഒരുപക്ഷെ മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കാം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ പ്രവർത്തന മേഖല ഏതാണെന്ന് കണ്ടെത്തണം. പ്രായമായാലും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതായി ദൈവം കരുതുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തകനിലൂടെ പ്രകാരം പറയുന്നുണ്ട്. 2-ാം സങ്കീർത്തനം 8-ാം വാക്യം, സങ്കീർത്തനം 2:8 ഇപ്രകാരം പറയുന്നു: എന്നോട് ചോദിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. പ്രായമായ ഓരോ വ്യക്തിയോടും ദൈവം ഈ രാത്രിയിൽ പറയുന്നു, നിന്റെ ജീവിതം കഴിഞ്ഞു പോയി എന്ന് നീ ചിന്തിക്കരുത്. നീ എന്നോട് ചോദിക്കുക, ഞാൻ കാണിച്ചു തരും. നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരും. വീണ്ടും പറയുകയാണ്, ജനതകളെ അവകാശമായി ഞാൻ നിനക്ക് തരും. നിന്റെ പ്രവർത്തനം മൂലം, നിന്റെ ശുശ്രൂഷ മൂലം, നിന്റെ സേവനം മൂലം അനുഗ്രഹിക്കപ്പെടുന്ന വലിയൊരു ജനസമൂഹത്തെ ഞാൻ നിനക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയുകയാണ്, ഭൂമിയുടെ അതിരുകൾ ഞാൻ നിനക്ക് അവകാശമായി തരും. നിന്റെ വീടിന്റെ മൂലയിൽ ഇരുന്നു കൊണ്ട്, നിന്റെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് നിനക്ക് ഈ ഭൂമിയെ മുഴുവനും ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ സാധിക്കും. ഈ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ദൈവത്തിന്റെ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഭൂമി മുഴുവൻ അവകാശമായി തന്ന് ദൈവം നിന്റെ ജീവിതത്തെ ആദരിക്കും. നീ ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ചോദിച്ച്, എൻ്റെ ദൈവമേ, ഈ വാർദ്ധക്യത്തിൽ ഞാൻ പോകേണ്ട വഴി എന്താണ് എന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമ്മളെ കർത്താവ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഈ കാര്യങ്ങൾ മനസ്സിൽ ഒന്നുകൂടെ സംഗ്രഹിക്കുക. കണ്ണുകളെ അടച്ച് കർത്താവിനെ കാണുക. അവിടുത്തെ തിരുമുഖത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അന്ന മേരി റോബർട്ട്സൺ മോസസ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ, വളരെ വലിയ പ്രതിസന്ധിയിലൂടെ അവർ കടന്നുപോയി. നമ്മളെക്കാൾ വേദനാജനകമായ അനുഭവങ്ങൾ അവർക്കുണ്ടായി. വളരെ ദരിദ്രപൂർണമായ കുടുംബത്തിൽ ജനിക്കുവാൻ ദൈവം അനുവദിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർ ചോദ്യം ചെയ്തില്ല. വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചില്ല. എന്തുകൊണ്ട് ദൈവമേ എനിക്കിത് അനുവദിച്ചു? എൻ്റെ കൂട്ടുകാരൊക്കെ നന്നായിട്ട് പഠിച്ചുപോയി, എനിക്ക് മാത്രം പഠനം തുടരുവാൻ സാധിച്ചില്ലല്ലോ എന്ന് അവർ പരാതി പറഞ്ഞില്ല ദൈവത്തോട്. അത് സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്നു. വിവാഹം കഴിച്ച ശേഷം ദൈവം നൽകിയ 10 മക്കളിൽ 5 പേരെയും ദൈവം അകാലത്തിൽ തിരിച്ചു വിളിച്ചപ്പോൾ ഏത് മാതാവും ദൈവത്തോട് പരാതി പറയേണ്ടതാണ്, പിറുപിറുക്കേണ്ടതാണ്. പക്ഷേ അന്ന ദൈവത്തോട് പരാതി പറഞ്ഞില്ല. ദൈവകരങ്ങളിൽ നിന്ന് ഈ കഠിനമായ വേദനയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ തയ്യാറായി. ഭർത്താവിൻ്റെ അകാല മരണം ഏതൊരു ഭാര്യയെയും തളർത്തുന്നതാണ്. പക്ഷെ അവിടെയും പതറുവാനായിട്ട് അവർ തയ്യാറായില്ല. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. വീണ്ടും അവർക്ക് സന്ധിവാതം വന്നു. ആഗ്രഹിച്ച ജോലി പോലും ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ അവിടെയും പരാതി പറയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമായിരുന്നു. മകൾക്ക് ക്ഷയരോഗം വന്നപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ കരങ്ങളെ കാണുവാൻ സാധിച്ചു. ജീവിതത്തിലുടനീളം എല്ലാ വേദനകളിലും, എല്ലാ പരാജയങ്ങളിലും, എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ സാധിച്ച അന്നയെ പോലെ കർത്താവേ, ഈ രാത്രിയിൽ എന്നെ മാറ്റണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ പരാതികളെയും പിറുപിറുപ്പുകളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ. അങ്ങയെ സ്നേഹിക്കുന്ന, ചോദ്യം ചെയ്യാതെ അങ്ങയുടെ പദ്ധതികൾക്ക് കീഴ്പ്പെടുന്ന ഒരു മനോഭാവം എനിക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവര് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് തിരിച്ചറിഞ്ഞു. തൻ്റെ ജീവിതം മൂല്യമുള്ളതാണ്, അത് ദൈവത്തിന് ഒരു സമ്മാനമായി സമർപ്പിക്കണം, തൻ്റെ സഹജീവികൾക്ക് സന്തോഷം നൽകുന്നതാകണം ജീവിതമെന്ന് അന്ന കണ്ടെത്തി. അങ്ങനെ പെയിന്റിങ്ങിലൂടെ ഇന്നും അനേകർക്ക് ആനന്ദം നൽകുന്ന, അനേകരുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു മഹത് ജീവിതമായി അന്നയുടെ ജീവിതത്തെ ദൈവം ഉയർത്തി. നമുക്കും നമ്മുടെ ജീവിതത്തെ
വിലയുള്ളതായി കണക്കാക്കാം. നിസ്സാരമായി കണക്കാക്കാതെ എൻ്റെ ജീവിതത്തിലൂടെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് വേണ്ടി എൻ്റെ മരണത്തിന് മുമ്പ് വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന തീരുമാനത്തെ ഈ രാത്രിയിൽ സ്രഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ വൃദ്ധരായിരിക്കുന്നവര് അവരുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സ്വീകരിക്കുക. ദൈവത്തിന് വേണ്ടി വരെയും ഞാൻ അധ്വാനിക്കും, ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കുകയില്ല. ഈ വിലപ്പെട്ട ജീവിതം കൊണ്ട് അനേകായിരം ആത്മാക്കളെ ഞാൻ നേടും. ഭൂമി മുഴുവനും അവകാശമായി എൻ്റെ കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി ഞാൻ നേടുമെന്ന തീരുമാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ 3 തീരുമാനങ്ങളിലൂടെയും നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ബലഹീനമായ കരങ്ങളെ ഉയർത്താം. എത്രയോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നാൽ നമ്മൾ വീണുപോയിട്ടുള്ളവരാണ്. എന്നാൽ കർത്താവ് നമ്മെ വളരെ സ്നേഹത്തോടെ സഹതാപത്തോടെ നോക്കുന്നവനാണ്. നമ്മുടെ ബലഹീനതകളെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരിക്കലും അവിടുന്ന് നമ്മെ കുറ്റപ്പെടുത്തുകയില്ല. ആ സ്നേഹനിധിയായ പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ ഇരുകരങ്ങളെയും ഉയർത്താം. നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളെയും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ പരാജയങ്ങളെയും, കണ്ണുനീരിന്റെ അനുഭവങ്ങളെയും, കയ്പ് നീരിന്റെ അനുഭവങ്ങളെയും, ഏകാന്തതയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, രാത്രിയിൽ ഞങ്ങളുടെ പരിശുദ്ധമായ കരങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ മേൽ നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെങ്കടലിനെ വിഭജിക്കുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവമാണ് അവിടുന്ന് എന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. കർത്താവിന്റെ പക്കലേക്ക് നമ്മുടെ സകല പ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയ കർത്താവ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമെന്ന ആ വാഗ്ദാനം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ ദൈവത്തിന്റെ അതിശയകരമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നമ്മുടെ ജീവിതത്തിന്റെ മേൽ വ്യാപരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങളെ ഉയർത്തി, മനസ്സുയർത്തി, കണ്ണുകളെ അടച്ച് നമുക്ക് കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. യേശുവേ നന്ദി. പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ വേദനകളെ സമർപ്പിക്കുക, നിന്റെ പ്രതിസന്ധികളെ സമർപ്പിക്കുക, നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ സമർപ്പിക്കുക. നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള നിന്റെ വേദനയെ സമർപ്പിക്കുക. ദൈവമായ കർത്താവിത നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനെ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ, കാലത്തിന്റെ അവസാനം വരെയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഭാഷാവരമുള്ളവർ സ്വതന്ത്രമായി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി, ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി, ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി, വിലയുള്ളതാക്കി ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് മാറ്റുന്നതിനെ ഓർത്ത് നന്ദി. യേശുവേ ആരാധന. പിതാവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും മറക്കാത്ത രീതിയിൽ, ഒരിക്കലും തളരുകയില്ല. മരുഭൂമിയിലും ഞാൻ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യും. പ്രത്യാശയോടെ ഞാൻ യാത്ര ചെയ്യും. ജീവിതത്തിന്റെ അവസാനം വരെയും കൂടെ ആയിരിക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിരാശപ്പെടാതെ പ്രത്യാശയെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ പൊൻകരങ്ങളിൽ സൂക്ഷിക്കണമേ. അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, ബലഹീനരായ ഞങ്ങളുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ കാരുണ്യം സമൃദ്ധമായി ഒഴുകുവാൻ, സ്വർഗത്തിൻ്റെ പ്രകാശത്തിൽ എന്നും ഞങ്ങൾ ജീവിക്കുവാൻ, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ കൃപ ലഭിക്കുവാനായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ആശ്രയമേ,
ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 കരങ്ങൾ വീശി ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.